അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈയൊരു പഹൽഗാം ആക്രമണത്തോടു കൂടി ലോകക്രമത്തിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ലോകക്രമത്തിൽ മാറ്റം സംഭവിച്ചോന്നോ? പല രീതിക്ക് മാറ്റം സംഭവിച്ചു. ഒന്ന്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംഗതി, ഇന്ത്യൻ PSUസിൻ്റെ എഞ്ചിനീയറിംഗ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒരു PSU ആണ്. എഞ്ചിനീയറിംഗ് അതിഭീകരമായിട്ട്, അത് റഷ്യയെക്കാട്ടി ഇസ്രായേലിനെക്കാട്ടി നല്ലത് എന്ന് പറയുന്ന രീതിക്ക് സമഗ്രമായ ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിക്ക് മുമ്പോട്ട് വന്നു. കാരണം അമേരിക്കയിലേക്കാണെങ്കിൽ പോലും 10-15 മിസൈലുകൾ ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് താഴെ പോകുമോ ഇല്ലയോ എന്നുള്ളത് ആരും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹൂതികളെ എടുത്തിട്ടടിക്കുകയാണ്. അതാ പറഞ്ഞത് 15 ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഹൂതികൾ മറ്റേ ഹമാസ് വിട്ട പോലെ ഒത്തിരി റോക്കറ്റ് ഒന്നും വിട്ടില്ല. അമേരിക്ക ഓൾറെഡി തല്ലുകൊണ്ടു, അവിടെ ഒരു ചമ്മലുണ്ട്. രണ്ടാമത്തെ കാര്യം, ആയുധ വിൽപ്പന കൂടും. ബ്രഹ്മോസിന് ഓൾറെഡി 16 രാജ്യങ്ങൾ വരെ, ഇന്നലത്തെ സിറ്റുവേഷനിൽ 16 രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഫിലിപ്പീൻസിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. 16 രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബ്രഹ്മോസ് വേണം. ഈ ആകാശ് തീർ അഥവാ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ള അറിയാൻ പാടില്ല. S-500 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ റഷ്യ ജോയിന്റ് ആയിട്ട് വികസിപ്പിക്കാം എന്ന് ഒരു സംസാരം നടക്കുന്നുണ്ട് എന്ന് കേട്ടു. അതിന് ആരെങ്കിലും കളിയാക്കിയതാണോ? ഇല്ല, നേരത്തെ തന്നെ ആ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് ഇതിനൊക്കെ മുന്നേ തന്നെ ഈ ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് കൂടുകയുള്ളൂ. ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. അതാ പറഞ്ഞത്, അത് ഫൈനലൈസ്ഡ് അല്ലല്ലോ, കൺഫേംഡ് അല്ലല്ലോ, റൂമറുകളാണല്ലോ. അത് മാത്രമല്ല, റഷ്യ ആഗ്രഹിക്കുന്നത്, റഷ്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യക്ക് തരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് ഡിഫൻസ് സൈറ്റുകളിൽ നേരത്തെ വാർത്തകളുണ്ട്. അല്ല, റഷ്യയുടെ ആയുധങ്ങൾ ഇന്ത്യക്ക് തരുന്നതിൻ്റെ അകത്ത് റഷ്യക്ക് സന്തോഷമുള്ളൂ. കാരണം റഷ്യയുടെ മിഗ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മിഗും റഷ്യയുടെ കയ്യിലുള്ള മിഗും തമ്മിൽ ആടുമ്പോഴത്തെ വ്യത്യാസമാണ്. ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന മിഗ് ഫാർ സുപ്പീരിയറാണ്. നമ്മൾ വഴിയെ കൂടെ പോയ സർവ്വ ടെക്നോളജി അതിൻ്റെ അകത്ത് കയറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തു. റഷ്യ അത് ചെയ്തിട്ടില്ല. റഷ്യ മിഗ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇട്ടിട്ട് പോയിട്ട് നമ്മൾ റഷ്യയുടെ സുഖോയുടെ പുറകെയാണ് റഷ്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിഗിൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് ഇല്ല. നമ്മൾ ആ മിഗ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 40 കൊല്ലം മുന്നേ മേടിച്ച ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്ക് ആയുധങ്ങൾ തരുന്നതിനകത്ത് റഷ്യക്ക് സന്തോഷമുള്ളൂ. കാരണം അത് ഇന്ത്യ അത് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം റഷ്യക്ക് അറിയാം. S-500 കാര്യം വിട്, ഇത് ഒന്നുമല്ല, വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ സുഖോയ് 75 പുറത്തേക്ക് വരുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ പ്ലെയിൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, റഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ റഷ്യക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റഡ് ഒന്നുമല്ല, ഡിസ്കഷൻ നടക്കുന്നു. എന്ന് പറഞ്ഞ പോലെ റഷ്യക്ക് ഇന്ത്യക്ക് ആയുധം തരുന്നതിൻ്റെ അത് റഷ്യക്ക് സന്തോഷമേ ഉള്ളൂ. അടുത്തത് ഇപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്ത്യ ഇനി ഇഷ്ടം പോലെ ആയുധങ്ങൾ വാരിക്കൂട്ടും. നമുക്കിപ്പോൾ ഒരു 30 ദിവസത്തെ ബാറ്റിൽ റെഡിനെസ്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രിയിൽ നിന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ദിവസത്തെ ബാറ്റിൽ റെഡിനെസ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ദിവസം വെടിവെക്കാനുള്ള വെടിയുണ്ടകളെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മുനേഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 30 ദിവസം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അതിനി 90 അല്ലെങ്കിൽ 120 ദിവസത്തേക്ക് കൊണ്ടുപോകും. എന്നാലേ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളോടും ഒരു സമയത്ത് യുദ്ധം ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഇത്രയും നാളും പെഹൽഗാം ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ ഓൾറെഡി ഒരു യുദ്ധ സമാനമായ ഒരു സിറ്റുവേഷൻ നടക്കുകയും അവിടെ നിന്നാണ് പെട്ടെന്ന് ഫോക്കസ് പെഹൽഗാമിലേക്ക് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ആരും നോക്കുന്നില്ല, തിരിച്ച് ഫോക്കസ് അവിടെ തന്നെ വരും. ഇത് രണ്ടുമായിട്ട് ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചൈന എയർ സ്ട്രൈക്ക് നടത്തുക. ഇതാണ് നടക്കാൻ പോകുന്നത്. അതും മിക്കവാറും നടക്കും ഒരു 1.5-2 കൊല്ലം മാക്സിമം ഈ ഒരു സിനാരിയോ വന്നിരിക്കും. പ്രവചനമാണ്. അല്ല, നമ്മുടെ പ്രവചനങ്ങളൊക്കെ ഏകദേശം നല്ലപോലെ തന്നെ നടന്നിട്ടുണ്ട്. മിസൈൽ പെരുമഴ എന്ന് പറഞ്ഞാൽ മിസൈലുകളും ഡ്രോണുകളും എയർ ഫൈറ്റുമാണ് നടന്നിരിക്കുന്നത്. അതെ, ഇത് വരണ്ട സാധനമാണ്. ആ സമയം കൊണ്ട് നമ്മൾ ഈ 145 ആകാശ് തീർ എന്നുള്ളത് നമ്മൾ 450ലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയുള്ള ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ GDPയുടെ 1.8% ഡിഫൻസ് ബഡ്ജറ്റ്. അത് 3-4 പോയാലും ഞാൻ അത്ഭുതപ്പെടില്ല.